ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആദിൽസ് വേൾഡ്. അപ്പം ഇന്ന് ഞാൻ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഞങ്ങൾക്ക് കിട്ടിയ ഒരു വീഡിയോയിലോട്ടൊക്കെയാണ് നിങ്ങൾ കൊണ്ടുവന്നത്. അപ്പോൾ അധികം വൈകിപ്പിക്കാതെ നമുക്ക് നേരെ വീഡിയോ പോകാം. അപ്പോൾ ഇതാണ് ഗൈസ് ഞങ്ങൾ അലക്കാൻ വേണ്ടി തോട്ടി വന്നപ്പോൾ കണ്ട കാഴ്ച. ഇന്നലെ രാത്രിയിലത്തെ പെരും മഴയിൽ ഇന്ന് രാവിലെ വന്ന് നോക്കുമ്പോൾ എല്ലാ മീനും വെള്ളത്തിൻ്റെ മുകളിൽ കൂടെ നീന്തി കിടക്കുകയാണ് ഗൈസ്. ഇപ്പോൾ ഞങ്ങളുടെ കയ്യിലാണെങ്കിൽ ഒന്നും ഇല്ലെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് പപ്പയുടെ ഒരു മാസ്റ്റർ പീസ് സാധനം വണ്ടിക്കകത്തിരിക്കുന്ന കാര്യം ഞങ്ങൾ ഓർത്തത്. അപ്പോൾ ഇനി ഞങ്ങൾ അതെടുക്കാണ്ടി പോവുകയാണ് ഗൈസ്. ഈ നടക്കുന്നതെല്ലാം വലിയ മീനാണ് ഗൈസ്. അപ്പോൾ ഗൈസ് ഞങ്ങൾ ഈ വല എടുക്കാണ്ടി പോവുകയാണ് ഗൈസ്. ഇതാണ് ഗൈസ് ഞങ്ങൾ പറഞ്ഞ സാധനം. ഇനി ഇത് ഫിറ്റ് ചെയ്തിട്ട് മീനെ കിട്ടുമെന്ന് നമുക്ക് നോക്കാം. ഇത് ഞങ്ങൾ തന്നെ വീട്ടിൽ ഉണ്ടാക്കിയെടുത്ത ഒരു സാധനമാണ്. ഇതാണ് ഗൈസ് ആ സാധനം. നമുക്കൊന്ന് പിടിച്ചു നോക്കാം. അത് കൊലാണല്ലോ, അത് കുഞ്ഞുങ്ങളാണ്. അല്ല വലുതാ. ആണ്ട് ഇപ്പുറത്ത് നോക്കി, പതുക്കെ അടിക്കൂടെ പോയി നോക്കി. ആണ്ടാച്ചി അടുത്ത് തൊട്ടടുത്ത് കൊല പതുക്കെ ഗൈസ്. അവിടെ ഒരു വലിയ കോല ഉണ്ട് ഗൈസ്. ഒരു കോല ഇതുണ്ടോ ഗൈസ്? ഇതാണ് ഗൈസ് കിട്ടി നമുക്ക് മീന്. ഞാൻ വീട്ടിൽ ചെന്ന് ഞാൻ കുറച്ചുകൂടെ കണ്ട് വിശദീകരിച്ച് കാണിച്ചു തരാം. അവിടെ ഇട്ട് ചാടിക്കും ഗൈസ്. ഇതുവരെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള മീനെ ഞാനിപ്പോൾ കാണിച്ചു തരാം. കൂടിനകത്ത് ഗൈസ് പൊട്ടുള്ള ഇങ്ങനെ വെച്ചിട്ട് നമുക്കിത് നമുക്ക് ഒടിച്ചിട്ട് ഓ മൈ ഗാഡ്, ഇതാണ് ഇത്ര നേരമായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള മീൻ. അയ്യോ, എല്ലാത്തിനും ജീവനുണ്ടല്ലേ, ഒന്നും ചത്തിട്ടില്ല. കോലാനൊക്കെ കിടന്ന് ഉണക്കണേ. അയ്യോ, ഇങ്ങോട്ടല്ലല്ലോ ഇടല്ലേ. ഞങ്ങളിവിടെ രാവിലെയാണ് അലക്കാൻ വന്നത്. അപ്പോഴാണ് കണ്ടേ. ചാട്ടനെ പിടിക്കാവോ? പതുക്കെ നോക്കി കിട്ടുമെന്ന് ആണ്ടാ. ഇങ്ങോട്ട് വരുന്നു തൂക്ക ഇത് നടക്കണേ. ഓ പോയി. ഇല്ലല്ലോ, അവിടെ തന്നെ കൊഞ്ചു. ആണ്ട എന്നെ വലിയ കൊഞ്ച. അയ്യോ, കൊഞ്ചുണ്ടല്ലോ ഇവിടെ കൂട്ടത്തിൽ. അതിൻ്റെ അപ്പുറത്ത് ആണ്. അയ്യോ, വലിയ കൊഞ്ചായിരുന്നു കേട്ടോ. അത് പോയി അപ്പുറത്തുണ്ടേ. കുറച്ചുകൂടി പെട്ടെന്ന് ഈ കവറെടുത്തുണ്ടോ? ഇനിയുണ്ടോ പക്ഷേ കൊഞ്ച്? ഒറ്റ കൊഞ്ച് എന്തി പെട്ടെന്ന് കുടിച്ചുള്ള. ഇവിടെ ഈ അറ്റത്ത് ഗൈസ് ഒരു കൊഞ്ചിനെ കിട്ടുന്നു ഗൈസ്. ഓ ചേച്ചി, കുറച്ചുകൂടി വലക്കത്തിടാൻ മേല, അല്ലെങ്കിൽ ടുട്ടു ഇനി സ്പീഡ് വേണ്ട, വലിയ സ്പീഡ് വേണ്ട. അതുകൊണ്ട് അടുപ്പി എടുക്കട്ടെ. അയ്യോ, പപ്പയ്ക്കാണെങ്കിൽ പിന്നെ ഇതിനൊക്കെ പിടിച്ച് പരിചയമുള്ളൂ. ഞാൻ ഈ കൊഞ്ചിനെ ഒന്ന് പിടിക്കാൻ നോക്കട്ടെ ചേച്ചി. ആ ഒരു മീനായി അടിക്കാൻ കേട്ടോ. നല്ല ഇറുക്ക് കിട്ടും മാറിക്ക്. ഇത് കണ്ടോ ഗൈസ്, നമുക്ക് കിട്ടിയതാണ് ഗൈസ്. മീനാണ് ഗൈസ്. അവിടെ ഇട് കൊഞ്ചൊക്കെ ഉണ്ട് ഗൈസ്. ഉണ്ട് ഗൈസ്. അവിടെ കൂടെ പിടിക്കാനാണ്. ആ കമത്തി നോക്കി അങ്ങ്. കിട്ടി. അപ്പോൾ ഗൈസ് ഇതാണ് ഗൈസ് നമുക്കിന്ന് കിട്ടിയിട്ടുള്ള മീൻ. നോക്ക് ഗൈസ്, കൊഞ്ചൊക്കെ കിടക്കുന്നുണ്ടോ? ഓഹോ, നമുക്കിനി വീട്ടിൽ ചെന്നിട്ട് കുടഞ്ഞിട്ട് കാണിക്കാം ഗൈസ്. ഇത് വേണേ കൊഞ്ചുണ്ടോ? ഇതെങ്ങനെയാണ് ഈ കൊഞ്ച് കിട്ടിയത്? പിടിച്ചത് വല കൊണ്ട് കോരി അങ്ങ് പിടിച്ചു. വല വണ്ടിക്കകത്തുണ്ട്. പപ്പയുടെ നൈസ് സാധനം. ഒന്നും കിട്ടൂലെന്ന് വെച്ച് ചെയ്ത സമയത്ത് പപ്പ ഞാൻ എടുത്തോണ്ട് വന്നേ. അപ്പൊ നമുക്ക് നമ്മള് വീട്ടിൽ ഈ തോട്ടി ചെന്നപ്പോ കൊറേ മീനങ്ങനെ പൊങ്ങിക്കുന്നുണ്ട് ഗൈസ്. അപ്പൊ നമുക്ക് ഇത്ര മീനാണ് ഗൈസ് കിട്ടിയിരിക്കുന്നത്. മുഴുത്ത കൊഞ്ചൊക്കെ ഉണ്ട് ഗൈസ്. എല്ലാത്തിനും ജീവനൊക്കെ. ഇതെനിക്ക് കിട്ടിയതാ. ചുമ്മാ മഴ വേദ കടന്നുകൊണ്ട് അടിയിൽ ഓക്സിജൻ ഇല്ല, എല്ലാം മുകളിട്ട് വരുന്നു. ഇത് ഞാൻ പിടിച്ചതാ, അല്ല ഇത് ടുട്ടു പിടിച്ചതാ. കൈ തട്ടിയ പടക്കില്ല.
അപ്പോൾ ഗൈസ് എല്ലാവർക്കും ബൈ. ഇനി ഇതുപോലത്തെ വീഡിയോസ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളാം. ബൈ.